കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ തമ്മിലടിച്ച് SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും. MSF UUCയെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നും ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചോടിയെന്നും UDSF ആരോപിച്ചു. സംഘർഷം ഏറെ നേരം കണ്ണൂർ സർവകലാശാലയെ സംഘർഷഭരിതമാക്കി. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംഘർഷം ആരംഭിച്ചു. SFI പ്രവർത്തകരും KSU MSF പ്രവർത്തകരും തമ്മിലടിച്ചു. കാസർഗോഡുള്ള MSF UCCയെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്ന് UDSF ആരോപിച്ചു. സംഘർഷത്തിന് പിന്നാലെ പോലീസ് ലാത്തി വീശി. ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിനിടെ SFI ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി അദീഷ ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചെന്ന് MSF ആരോപിച്ചു. പോലീസ് തടഞ്ഞുവെച്ച സ്ഥാനാർത്ഥിയെ SFI പ്രവർത്തകർ എത്തി മോചിപ്പിച്ചു. പോലീസിനെതിരെ വിമർശനവുമായി SFI നേതാക്കൾ തന്നെ രംഗത്തെത്തി. ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ MIC കോളേജിലെ ഒരു UEC സഫാനെയാണ് തട്ടിക്കൊണ്ടുപോയത് SFIയുടെ നേതാക്കന്മാർ. വണ്ടി നമ്പർ എടുക്കൊണ്ട് ഒപ്പം വന്ന 2 വിദ്യാർത്ഥികളും കൂടി ആണ് SFIയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അതിനെതിരെയുള്ള പ്രതിഷേധം. കാരണം അവര് ഗുണ്ടാസം പോലെ ഞങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് അടിക്കുന്നത്. പിന്നെ ഹൈക്കോടതിയുടെ സാറേ ഇത് പോലീസുകാരെ മുമ്പെന്ന് വെച്ചിട്ടാണ് അവർ തട്ടിക്കൊണ്ട് പോകുന്നത്. അവർ ഇതുവരെ നമ്മളോട് പോലീസുകാരോട് പറയുമ്പോൾ അവർ നിസ്സംഗത പാലിക്കാണ്. അവർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കാർ നമ്പർ എടുക്കാൻ വെച്ചിട്ടാണ് ഇവർക്ക് പരാതി പറയുന്നത്. പക്ഷെ അവർ എവിടെയാണ് എന്താണ് എങ്ങനെ പൊട്ടം കളിക്കാണ് ഇവിടുത്തെ പോലീസ്. കോടതി ഉത്തരവിനെയാണ് അവർ മറികടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരതിന് മറുപടി പറയും? ഈ പോലീസുകാർ മറുപടി പറയോ? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചില്ല. ജനം, കണ്ണൂർ.